ഹായ്, എന്നൊരു ഉന്നക്കായയുടെ വീഡിയോ ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്തു. പിന്നെ അധികം തണുപ്പ് മാറുന്നതിന് മുന്നേ ചെറിയ ചൂടോടുകൂടി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഫില്ലിങ്ങിന് വേണ്ടി ഒരു 1/4 മുറി തേങ്ങ, പിന്നെ ഒരു മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഏലക്കാപ്പൊടി, ആവശ്യത്തിന് പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം അടച്ചെടുത്ത പഴം ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിട്ട് നമ്മൾ ഫില്ലിങ്ങിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി. ഇനി ഇതിപ്പോൾ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ പ്രസ് പാനിൽ നമുക്ക് ഞെക്കിയിട്ടും ഇത് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലോട്ടൊന്ന് മടക്കിയെടുത്തു. ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തു. പിന്നെ നമ്മളിത് പ്രസ് പാനിലൊന്ന് ഞെക്കിയെടുത്തതാണ്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ്. അങ്ങനെ ഫില്ലിങ് നിറച്ചിട്ട് പഴം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം 4 ഏത്തപ്പഴത്തിന് നമുക്കൊരു മീഡിയം സൈസിൽ 20-22 ഉന്നക്കായൊക്കെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പിന്നെ പൊരിച്ചെടുക്കണം. ഇങ്ങനത്തെ ഒരു പാനാണെങ്കിൽ ഒരു സമയത്ത് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുത്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ തിരിച്ചിടുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. നല്ല എണ്ണ പൊടിക്കാതെ നല്ല സൂപ്പർ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്.